ഞാൻ ആ പയ്യന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. ഇത് നമ്മൾ കോവളത്ത് തൊട്ടടുത്താണ്. आपका नाम क्या है? प्रवीण. प्रवीण तुम्हारा घर किधर है? कौन सा स्टेट है? झारखंड. ओ झारखंड है. धोनी वाला है. कितना किलोमीटर कितना डिस्टेंस है धोनी हाउस योर घर है? 18 किलोमीटर. नियर है. जस्ट 18 किलोमीटर. यू देखिए धोनी ही से कैरेक्टर. तो तुम्हारा कैरेक्टर अच्छा है, बहुत अच्छा है. वीडियो अच्छा है. धोनी से कैरेक्टर उधर साइड गांव वाला है. अच्छा है. പുള്ളി ധോണിയുടെ നാട്ടുകാരനാണ് കേട്ടോ. ഇവിടെ നമ്മുടെ നാട്ടിൽ ജോലിക്ക് വന്നിരിക്കുകയാണ്. പ്രവീണാണ് പേര്. ജാർഖണ്ഡ് ആണ് പുള്ളി. ഇവിടെ ജോലിക്കായിട്ട് 3 മാസമായി. സാലറി ഇതർ ബഹുത്തച്ചാകെ സാലറി ഒക്കെ കൊള്ളാന്നാണ് പറയണത്. അവിടത്തെക്കാളും അവന് ഇവിടെ ഇഷ്ടമാണ്. ഞാനും ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മെഷീൻ വന്നിട്ട് ഈ റോഡ് ക്ലീൻ ചെയ്തുകൊണ്ട് ഇറങ്ങിയാണ് കേട്ടോ. നമ്മുടെ നാട് മാറിയിട്ടുണ്ട് കേട്ടോ. കോർപ്പറേഷനൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനേക്കാളും മെഷീൻ ഇറക്കട്ടെ. ഈ മെഷീനൊന്നും പോരാ. പ്രവീൺ ബായ് ഹായ്. മെഷീനാണ് കേട്ടോ. കോർപ്പറേഷൻ പുതിയ മെഷീനൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഇതൊന്നും പോരാ. ഇതിനേക്കാളൊക്കെ വലിയ മെഷീൻ വരട്ടെ. ഒരേ സമയം 5-6 ബ്രഷൊക്കെ ഉള്ള മെഷീൻ വരട്ടെ. ഇത് കോവളത്തിൻ്റെ തൊട്ടടുത്തൂടെ ഞാൻ നടക്കുകയാണ്. ഇതാണ്ടോ ഒരു ക്ലീൻ ചെയ്യുന്നുണ്ട്. കാരണം മുൻപൊക്കെ ഞാൻ ഇവിടെ വണ്ടി ഒതുക്കുമ്പോൾ നിറച്ച് ചവറക്കായിരുന്നു കേട്ടോ. ഇപ്പോൾ അതിലൊക്കെ നല്ല മാറ്റമുണ്ട് കേട്ടോ. ഇത് കോവളത്തിൽ 150 മീറ്റർ വ്യത്യാസമേ ഉള്ളൂ. അതാ നോക്കിയേ. നമ്മുടെ കോർപ്പറേഷനിൽ ചെറിയ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് കൊള്ളാതെ എന്നുള്ള ചിന്താഗതിയുള്ള ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയെന്നർത്ഥം. പോരാ, മെഷീനർ കുറേ കൂടെ നന്നായിട്ട് വരട്ടെ. എങ്കിലും മാറ്റം വന്നല്ലോ. അത് തന്നെ വലിയ കാര്യം. നിങ്ങൾ നോക്കിയ ഇതിൻ്റെ ഈ സൈഡിൽ കൂടി ഉള്ള പാലത്തിൻ്റെ തൊട്ടടുത്തുള്ള വേർഷനാണ്. നിങ്ങൾക്ക് കാണാം. സൈഡ് കണ്ടോ. ഞാൻ അങ്ങോട്ട് പോകണമെന്നൊരു ചേട്ടൻ അവിടെ ഒന്ന് കോർപ്പറേഷൻ ചേട്ടൊക്കെ പുല്ല് കെട്ടിയിട്ടുണ്ട്. മെല്ലെ നമ്മൾ നല്ലപോലെ മിഷണറിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ യൂറോപ്പോ അല്ലെങ്കിൽ അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഏകദേശം ഒരു 80 വർഷത്തിന് മുമ്പേ വന്ന കാര്യങ്ങളാണ്. നമുക്കിവിടെ നേരം പതുക്കെ വെളുക്കാറുള്ളൂ എന്നുള്ളത് കൊണ്ട്. പക്ഷേ ഇപ്പോഴെങ്കിലും വന്നു തുടങ്ങിയല്ലോ. കാരണം അത് ചവരൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ ചേട്ടനെ കൂടെ ഒന്ന് എടുക്കാൻ പോവുകയാണേ. ഒപ്പം തന്നെ നൊബക് എന്ന് പറഞ്ഞാൽ എൻ്റെ നാടെന്ന് പറഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നൊബക് പ്രപഞ്ചം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഹിന്ദിയാണോ മലയാളിയാണോ എന്ന് അറിയില്ല. മലയാളി ആണെങ്കിൽ ഞാൻ കൂടുതൽ വിശദമായിട്ട് സംസാരിക്കും കേട്ടോ. അതാ കണ്ടോ നമ്മുടെ ആ വീവ് കണ്ടോ. ചേട്ടാ മലയാളിയാണോ? ആ, എങ്ങനെയുണ്ട് ചേട്ടാ? നമ്മളെ കോർപ്പറേഷൻ മെഷീനൊക്കെ ഇറക്കിയിട്ടുണ്ടല്ലോ. കോർപ്പറേഷൻ മെഷീനൊക്കെ ഇറക്കിയാണല്ലോ ഇപ്പൊ പരിപാടി. വലിയ കമ്പനിക്ക് കൊടുത്തു. ഓ, ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ നമ്മുടെ കോർപ്പറേഷൻ ഇവിടുത്തെ ക്ലീനിങ് എല്ലാം ചെന്നൈയിലെ വലിയ കമ്പനിക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ചേട്ടൻ കമ്പനി സ്റ്റാഫാണ്. ഓ, അപ്പൊ സാലറി ഒക്കെ കൃത്യമായിട്ട് എല്ലാ മാസം 5-ാം തീയതി ആകുമ്പോ കയറും. ഓ, 10 ദിവസം ആകുമ്പോ കയറും കൃത്യമായിട്ട്. ഓ, അത് ഇഷ്ടമുള്ള പോലെ ചൂസ് ചെയ്യാം. അതെ, പ്രൈവറ്റ് കമ്പനിയിലോട്ട് മാറിയതിന്റെ ഗുണമുണ്ട്. സാലറി എങ്ങനെയാട്ടോ? നല്ല സാലറി ആണോ? കുറവാണ്. ഒരു 20,000 മുകളിലുണ്ടോ? 20-25. പക്ഷെ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ, ഈ 20-24 സാലറി ഒന്നും ഒരു സാലറി അല്ല കേട്ടോ. ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ ചിലവനുസരിച്ച് 15 ദിവസത്തെ ചിലവിനേ ഉള്ളൂ ഒരു വീട്ടിൽ ചിലവിന്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം, ഇപ്പോൾ ഒരു ബ്ലോഗർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ അഭിപ്രായം ഞാൻ ചേട്ടനെ മുൻനിർത്തി പറയണേ, ഇവരുടെ ശമ്പളം ഒരു ദിവസം 1,800 രൂപ ആക്കണം. കമ്പനിക്ക് ഒരു 2,400 രൂപ കോട്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ 2,500 ഗവൺമെൻറ്റിന് കോട്ട് ചെയ്ത് കൊടുക്കുക. അതിലൊരു തെറ്റില്ല. അവർ വഴിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് ശമ്പളമില്ല. മേശയുടെ പുറത്തിരിക്കുന്നവർക്ക് 3-4 ലക്ഷം രൂപ കൊടുക്കും. ഇന്ന് വർഷം 1 ലക്ഷം രൂപ പെൻഷനും. അത് കൊടുക്കേണ്ടതല്ല ഞാൻ പറയണേ. ഞാൻ എൻ്റെ എല്ലാ ബ്ലോഗിലും പറയണതാണ്, പണിയെടുക്കുന്നവർക്ക് ശമ്പളം കൊടുക്കാത്തൊരു നാടാണിത്. മാറ്റണം. ഇവരുടെ ശമ്പളം 1,800 രൂപ പെർ ഡേ ഇവർ അക്കൗണ്ടിൽ കയറണം. കാരണം എത്ര മണിക്കൂറായിട്ടാണ് ഡ്യൂട്ടി? 8. അതായത് ഒരു ദിവസം ശരാശരി 8 മണിക്കൂർ ജോലി ചെയ്യണം. അപ്പോൾ ഇവരുടെ ശമ്പളം നോക്കിയൊന്നു എൻ്റെ ഒരു കണക്കൂട്ടലിൽ 800 × 24 ഒരു ദിവസം ഒരു മണിക്കൂറിന് 100 രൂപ പോലും ആവണില്ല. അത് മാറണം. ഇപ്പോൾ കൊടുക്കുന്നതിന് കുറ്റം പറയുന്നതല്ല, എൻ്റെ റിക്വസ്റ്റാണ്. ഗവൺമെൻറ് അത് കോട്ട് ചെയ്ത് കമ്പനിക്ക് കൊടുക്കണം. അപ്പോൾ കമ്പനി ഒരു വലിയ ശമ്പളമായിട്ട് കൊടുക്കും. ഗവൺമെൻറ് പെർ ഡേ 2,500 രൂപ കോട്ട് ചെയ്യണം. കമ്പനിക്ക് ഏകദേശം 700 രൂപയുടെ കമ്മീഷൻ പോവും. 1,800 രൂപയെങ്കിലും ഒരു മിനിമം അക്കൗണ്ടിലോട്ട് പോകുന്ന രീതിയിൽ ചെയ്യണം. ഇത് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. ഞാൻ മിനിസ്റ്ററായി അത് ചെയ്യും. ഞാൻ ആദ്യം നടപ്പിലാക്കേണ്ട ഈ സംഭവങ്ങളൊക്കെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരാളെയും വെല്ലുവിളിക്കണമല്ല, എൻ്റെ ഒരു റിക്വസ്റ്റാണ്. ചേട്ടന് മക്കളൊക്കെ ഇല്ലേ? എത്ര പേരുണ്ട്? 2 പേരുണ്ട്. പഠിക്കണയാ?
ആലോചിച്ച് നോക്കുക, 2 പിള്ളേർ പഠിക്കുക. കേരളത്തിൽ 2 പിള്ളേർ പഠിക്കണമെങ്കിൽ 15,000 രൂപ, 20,000 രൂപ, 25,000 രൂപ സാലറി കൊണ്ട് തീരുമോ? തീരില്ല. അതുകൊണ്ട് അവർ ഹാർഡ് വർക്ക് ചെയ്താലേ ശമ്പളം കയറൂ. ഇത് കമ്പനിയാണ്, പണിയെടുക്കാതെ ശമ്പളം കയറില്ല. മേശപ്പുറത്തിൽ ജോലി ചെയ്താൽ ശമ്പളം വാങ്ങാൻ പറ്റൂല അവർക്ക്. അവർ ഈ വെയിലത്തിറങ്ങി തലകെട്ടി നിന്ന് ഇതുപോലെ പണിയെടുക്കണം. കണ്ടോ, ഇത് 8 മണിക്കൂർ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന ശമ്പളമാണ്. ശരാശരി നോക്കുമ്പോൾ 800 രൂപ അതേ ഉള്ളൂ. അത് മാറുന്ന 2 ഇരട്ടിയാക്കണം എൻ്റെ അഭിപ്രായത്തിൽ. അതാണ് ഞാൻ 2,500 രൂപയായിട്ട് കോട്ട് ചെയ്യണം. അപ്പോൾ കമ്പനി ഇവർക്ക് 1,800 രൂപ കൊടുക്കണം. ഇതെൻ്റെ തൊഴിലാളികൾക്ക് വേണ്ടി എന്നുള്ളതല്ല, ജോലി ചെയ്യണ ഹാർഡ് വർക്ക് ചെയ്യണ എല്ലാവർക്കും വേണ്ടിയുള്ള എൻ്റെ റിക്വസ്റ്റാണ്. കോർപ്പറേഷനോട്, ഗവൺമെന്റിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം. ഞാനിത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് കണ്ടുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. ചേട്ടൻ മലയാളിയായിട്ട് കൂടുതൽ സംസാരിക്കാൻ പറ്റി. ചേട്ടൻ പേര് വിജയൻ. നന്നായിരിക്കട്ടെ. കോർപ്പറേഷൻ മാറി. കോർപ്പറേഷൻ അഭിനന്ദനങ്ങൾ കേട്ടോ. കോർപ്പറേഷൻ അഭിനന്ദനം പറഞ്ഞുകൊണ്ട് തന്നെ പറയണേ, ഇവരെ പോലെയുള്ളവരുടെ ശമ്പളം 50,000 രൂപയ്ക്കും 60,000 രൂപയ്ക്ക് ഇടയിൽ മാസമാക്കണം. പെൻഷൻ ഉണ്ടോ? PF ഇല്ല. ESI ഉണ്ടോ? മെഡിക്കലും ഇല്ല. അതായത് നോക്കിയേ, 10,000-20,000 രൂപയ്ക്ക് 25,000 രൂപയ്ക്ക് മരണപ്പണി എടുത്താൽ ജോലിക്ക് കയറിയില്ലെങ്കിൽ ശമ്പളം കട്ടായി പോകൂലേ? ഞാനും പ്രൈവറ്റില്ല, ശമ്പളം കട്ടായി പോകും. അപ്പോൾ അവർക്ക് ഒരു 5 ദിവസം ജോലി ചെയ്തില്ലെങ്കിൽ പോലും വീട്ടിൽ കാശെത്തൂല. അത് മാറണം. അവർക്ക് ESI കൊണ്ടുവരണം. മിനിമം PF കൊടുക്കണ്ട. നിങ്ങൾ അവർക്ക് ശമ്പളം വലുതാക്കൂ. അതായത് ഞാൻ എല്ലാ ഗവൺമെന്റിനോടും റിക്വസ്റ്റ് ചെയ്യാണ്, നമ്മളിന്ന് ധാരാളം ടാക്സ് കൊടുക്കില്ലേ, ഇവരുടെ ശമ്പളം ശരാശരി ഒരു ദിവസം 1,800 രൂപയാക്കി മാറ്റണം. ഞാൻ എവിടെയെങ്കിലും ഒരു പോസ്റ്റിൽ വരികയാണെങ്കിൽ ഞാൻ ആദ്യം ചെയ്യേണ്ടതായിരിക്കും. അതിനുവേണ്ടി നമ്മളിന്ന് ടാക്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് എത്തേണ്ടതില്ല. നിങ്ങൾ ESI കൊടുക്കില്ല, PF കൊടുക്കില്ല. അപ്പോൾ അത് കമ്പനി ആകുമ്പോൾ അത് കിട്ടില്ല. സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യണേ, കോർപ്പറേഷൻ മാറി. കോർപ്പറേഷൻ അഭിനന്ദനങ്ങൾ. വർക്ക് ചെയ്യുന്ന ചേട്ടന്മാർക്കൊക്കെ അഭിനന്ദനങ്ങൾ. നമ്മൾ സിറ്റി വൃത്തിയായി തുടങ്ങി. ഒപ്പം ശമ്പളത്തിന്റെ കാര്യത്തിൽ അവരെല്ലാം ഫൈറ്റ് ചെയ്യണത് ഞങ്ങളെപ്പോലെ ഉള്ളവരായിരിക്കും. ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ ഫൈറ്റിംഗ് തുടങ്ങി കുറേ കാലമായി. ഞാൻ റിക്വസ്റ്റ് ചെയ്യണത് ഗവൺമെന്റിന്റെ അടുത്ത്, കേരള ഗവൺമെന്റ് അതിന് സാക്ഷ്യം കൊടുത്താലേ കോർപ്പറേഷന് ചെയ്യാൻ പറ്റുള്ളൂ. പാവം വെയിലത്ത് പണിയെടുക്കണവന്റെ ശമ്പളം ദിവസം 2,500 രൂപയായിട്ട് വർദ്ധിപ്പിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യണേ. അപ്പോൾ കമ്പനിക്ക് ഒരു 700 രൂപ പോവും, 1,800 രൂപ റിക്വസ്റ്റ് പോവും. ചേട്ടൻ എല്ലാം നല്ല കാര്യങ്ങളാണ് പറഞ്ഞത്. ചേട്ടനെ തെറ്റിദ്ധരിച്ച് കളയരുത്. ചേട്ടൻ കോർപ്പറേഷന് വേണ്ടി, ഗവൺമെന്റിന് നല്ലതേ പറയുന്നുള്ളൂ, എല്ലാവരും പറയുള്ളൂ. ഞാനാണിത് പറയുന്നത്. ശരി ചേട്ടാ, പോയി കാണാം. കണ്ടല്ലോ കാഴ്ചകൾ, ഇതിന്റെ വ്യൂ കണ്ടല്ലോ. ഞാൻ നൊബക് സോളോ. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനൊപ്പം തന്നെ ഇതുപോലെ കാണുന്ന കാഴ്ചകൾ നിങ്ങളെ മുൻപ് അവതരിപ്പിക്കും. ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഞാൻ ഗവൺമെന്റിനോടും എല്ലായിടത്തും റിക്വസ്റ്റ് ചെയ്യുന്നു. വെയിലത്ത് പണിയെടുക്കുന്നവന്റെ ശമ്പളം മാറ്റണം. 800 രൂപ ശമ്പളം കൊടുത്തുകൊണ്ട് ഒരാൾക്ക് എങ്ങനെയാണ് പോകണം? അതൊരു കമ്പനിയുടെ കീഴിൽ, അവർ പെർമനന്റ് അല്ല, ഒന്നുമല്ല. മാറ്റണം. അവരെ നിങ്ങൾ കമ്പനിക്കേ കൊടുക്കാവോ. ഇവിടെ ഒരു സാധനം ഗവൺമെന്റ് ഡയറക്റ്റ് ചെയ്യരുതിന്. ഇതുപോലെ കമ്പനിക്ക് കൊടുത്താൽ നല്ല വൃത്തിയായിരിക്കും. അവർ കറക്റ്റ് ഇറങ്ങി ജോലി ചെയ്യും. 8-10 മണിക്കൂർ അവർ ഹാർഡ് വർക്ക് ചെയ്യും. അവരെ പണി എടുത്ത് വീഡിയോ കയറി അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് ശമ്പളം കയറുള്ളൂ. അത് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ 25 വർഷമായിട്ട് പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യാണ്. ഇപ്പോൾ 18 മാസമായിട്ടാണ് ജോലി ചെയ്യാത്ത കോവിഡ് സിറ്റുവേഷന് ശേഷം. പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ചിന്തിക്കൂ, ആർക്കാണ് ശമ്പളം കൊടുക്കേണ്ടത്? AC-യിൽ ഇരിക്കുന്നവർക്ക് കൊടുക്കേണ്ടതല്ല പറയണേ, പക്ഷെ പണിയെടുക്കുന്നവരുടെ ശമ്പളം ആദ്യം മാറ്റണം. ഞാൻ നൊബക് സോളോ എന്ന് പറഞ്ഞാൽ ഞാൻ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റിനോട്. ഞങ്ങൾ ടാക്സ് തരണില്ലേ? എന്തുമാത്രം ടാക്സാണ് കുത്തിപ്പിഴിഞ്ഞ് പിടിച്ചെടുക്കുന്നത് എല്ലാത്തിലും. 350 മുതൽ 1000 ഇരട്ടിയല്ലേ ടാക്സ് എടുക്കണം ഓരോന്നിന്. അപ്പം നിങ്ങൾ അതിൽ ഫണ്ട് കണ്ടെത്തും. ട്രിവാൻഡ്രം കോർപ്പറേഷൻ ഇവിടെ വിൽക്കുന്ന മദ്യത്തിൽ നിന്ന് എടുക്കുന്ന ഒരു 2% ടാക്സ് പോരെ ഇവർക്ക് വലിയ ശമ്പളം കൊടുക്കാൻ. അതുകൊണ്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, മിനിമം ശമ്പളം ഇതുപോലെ ഒന്ന് പണിയെടുക്കുന്ന ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും അനിയന്മാരുടെയൊക്കെ ശമ്പളം ദിവസം 2,500 രൂപയായിട്ട് വർദ്ധിപ്പിക്കണം. അത് കമ്പനിക്ക് കൊടുക്കുമ്പോൾ 700 രൂപ അവരെ കമ്മീഷൻ പോവും. 1,700 രൂപ അവർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. നിങ്ങൾ ESI കൊടുക്കണ്ട, PF കൊടുക്കണ്ട. പണി ചെയ്താൽ പൈസ കൊടുത്താൽ മതി. അവർ പണി ചെയ്യും, ആത്മാർത്ഥമായിട്ട് ചെയ്യും. ഞാൻ റിക്വസ്റ്റ് ചെയ്യണം. ഞാൻ കോവളത്തിന്റെ ലൈനിലാണ്, പ്രതീക്ഷിക്കാതെ ഇറങ്ങിയതാണ്. എൻ്റെ നാട് എന്നുള്ള എൻ്റെ ബ്ലോഗ് നൊബക് എന്ന് പറഞ്ഞ ചാനൽ കാണാം. ഞാനിത് എവിടെ കണ്ടാലും ചോട്ട്. പക്ഷേ കോർപ്പറേഷന് തികഞ്ഞ അഭിനന്ദനങ്ങൾ. കാരണം ഒന്നുമില്ലെങ്കിൽ കമ്പനിക്ക് ഇത് കൊടുക്കാൻ തയ്യാറായപ്പോൾ നാടിന്റെ മാറ്റം കണ്ടോ? എന്ത് സ്റ്റൈലായിട്ടാണ് പാലമൊക്കെ വൃത്തിയായി പോകണം. നിങ്ങൾ നോക്കിക്കേ, എന്ത് എക്സലന്റ് ആയിട്ടാണ് പോണേ. ഒരു ചവറില്ല, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതേ ഞാൻ കുറച്ച് മുമ്പേ കോവളം ലൈനിൽ കോവളത്തൊക്കെ പോയി ബ്ലോഗ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ബ്ലോഗിൽ കയറി നോക്കിയാൽ മതി. നൊബക് പ്രപഞ്ച ചാനൽ ഒരു 4-5 എണ്ണം കിടപ്പുണ്ട്. എന്ത് വൃത്തിയേടാ, ഇതാ നോക്കി, എന്ത് സ്റ്റൈലായിട്ടാണ് വൃത്തിയാക്കി പോണേ. ഒരു പൊടിയില്ല, ഒന്നുമില്ല. കംപ്ലീറ്റ് ഇത് എടുത്ത് പോവേ പാലത്തിൽ നിന്ന്. പ്രൈവറ്റ് വൽക്കരിക്കണം. ഞാൻ അങ്ങനെ തന്നെ പറയണേ. എങ്ങനെ ചെയ്യണം? അത് ചെറുത് കൊടുത്തിട്ടല്ല, വലിയ ശമ്പളം കൊടുത്തുകൊണ്ട് പ്രൈവറ്റ് വൽക്കരിക്കണം. ഇവിടുത്തെ ലേബർ റൂൾസൊക്കെ മാറ്റാൻ കാലമായി. ഇതാ നോക്കി, എന്ത് ക്ലീനാണോ നോക്കിയാൽ. ഇതാ നോക്കി, പ്രിയ പ്രേക്ഷകർ കണ്ടു നോക്കിയാൽ എന്ത് ക്ലീനായിട്ടാണ് നമ്മൾ റോഡ് പോണത്. മാറണം. ആ ചേട്ടനും ഒക്കെ 800 രൂപ ശമ്പളം എന്നുള്ളത്
എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ മാത്രമാണ് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. അവരൊന്നും ഒരു പരാതി പറഞ്ഞിട്ടില്ല. അവർ സന്തോഷത്തോടെ 800 രൂപ സ്വീകരിക്കുന്നവരാണ്. പക്ഷെ ഞാനതിനൊന്നും തയ്യാറല്ല കേട്ടോ. എന്നെപ്പോലെ ഞാനൊരു മിനിസ്റ്ററായി ഇതിനെ കഴിഞ്ഞ് ഞാൻ പൊളിച്ച് ദൂരെ എറിഞ്ഞിട്ട് ആദ്യം പണിയെടുക്കണവന് ശമ്പളം കൊടുക്കും. വെയിലത്ത് പണിയെടുക്കണവനാണ് ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കേണ്ടത്. ഗ്യാസ് ഇരിക്കണോ ബുദ്ധി കൊണ്ട് പണിയിടാനാണ്, അവനും കൊടുക്കണം. പക്ഷേ ഇവർക്കാണ് കൂടുതൽ ശമ്പളം കൊടുക്കുന്നത്. യൂറോപ്പിലൊക്കെ നിങ്ങൾ നോക്കി ആർക്കാ ശമ്പളം കൂടുതൽ? ഡോക്ടർക്കാല് ശമ്പളം അവിടുത്തെ സാധാരണ ജോലിക്കാർക്കാണ്. കാരണം അവരാണ് റോഡിൽ ഇറങ്ങി ഹാർഡ് വർക്ക് ചെയ്യണത്. അവരാണ് നാടിനെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നവർ. മറ്റൊരു ടെക്നിക്കലി ചെയ്യണം. അവർക്കും കൊടുക്കണം, ഇവർക്കും കൊടുക്കണം. ഇതാ നോക്കി, കണ്ടല്ലോ ക്ലീനിങ്. ഇതാ നോക്കി, ഇതാ പോണ് നമ്മുടെ വിഷയം, കണ്ടോ? അപ്പൊ ഇങ്ങനെ മാറട്ടെ. ഇത് പ്രൈവറ്റ് കമ്പനിക്ക് കൊടുത്തിരിക്കണു. നാട് മാറട്ടെ, ചേഞ്ചസ് വരട്ടെ. അപ്പൊ അത് ചെയ്യുന്ന സർക്കാരിന്, ഇപ്പോഴത്തെ ഗവൺമെന്റിനും, അതൊരു കോർപ്പറേഷൻ ആയാലും ഒരു ഗവൺമെന്റ് ആണല്ലോ. എല്ലാവർക്കും നൊബക്സോളയുടെ അഭിനന്ദനങ്ങൾ. ചാനൽ പോലെ ഞാൻ കാണുന്ന കാഴ്ചകൾ നിങ്ങളുടെ മുമ്പ് എത്തിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 2 എണ്ണമാണ് നൊബക് ചാനൽ. അത് തിരുവനന്തപുരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിനകത്ത് കാണാം. പിന്നെ നൊബക് പ്രപഞ്ച ചാനൽ, അതിനകത്തും ഇതിൻ്റെ എപ്പിസോഡുകൾ ഉണ്ടാവും. ഒപ്പം തന്നെ അതിൽ മറ്റ് ന്യൂസുകളും മറ്റു കാര്യങ്ങളും ഉണ്ടാവും. സിനിമ റിവ്യൂ, സ്പോർട്സ്, മറ്റു കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നൊബക് ചാനൽ, നൊബക് പ്രപഞ്ച ചാനൽ. ഒപ്പം ഞാൻ റിക്വസ്റ്റ് ചെയ്യണം, പ്രിയ ഗവൺമെന്റോ, പ്രിയ എല്ലാവരും, ഞങ്ങളിൽ നിന്ന് എന്തുമാത്രം ടാക്സ് എടുക്കുന്നു. ആ ടാക്സ് പണിയെടുക്കണവർക്ക്, കാശ് ഉള്ളവന് വീണ്ടും കൊട്ടിക്കൊടുക്കുന്നതിന് പകരം പണിയെടുക്കുന്നവർക്ക് കുറച്ചെങ്കിലും കൊടുക്കുക. ഒരു 2500 രൂപ വരെ സാലറി ആയിട്ട് വർദ്ധിപ്പിക്കണം. 700 രൂപ കമ്പനി എടുത്തോട്ടെ. 1800 രൂപ വരെ അക്കൗണ്ടിൽ കയറണം. നിങ്ങൾ അവർക്ക് ESI കൊടുക്കേണ്ട, PF കൊടുക്കേണ്ട. ശമ്പളം, നല്ല ശമ്പളം കൊടുത്താൽ അവർ ജീവിച്ചോളും. സൈനിങ് ഓഫ്. നൊബക്സോളോ, തിരുവനന്തപുരത്ത് നിന്ന് നൊബക്സോളോ. ഇപ്പോൾ നൊബക്സോളോ കോവളത്തിന്റെ ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. ബൈ, സൈനിങ് ഓഫ്.